ഈ വർഷം ആദ്യ 3 മാസത്തിൽ സംസ്ഥാനത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിച്ച ജില്ല ഇടുക്കിയാണെന്നും ഇത് സർവകാല റെക്കോർഡാണെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഇടുക്കിയിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെയും ഫോട്ടോ ഫ്രെയിമുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാകുന്ന ഘട്ടമാണിത്. കോവിഡിന് ശേഷം ഈ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഈ വർഷത്തെ ആദ്യ 3 മാസം മാത്രം 9,84,645 ആഭ്യന്തര സഞ്ചാരികളാണ് എത്തിയതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇടുക്കിയുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിയേറ്റ കർഷകർ ഉയർപ്പൊഴുക്കി പരുവപ്പെടുത്തിയെടുത്തതാണ് ഇന്നത്തെ ഇടുക്കി. അമരാവതി ഉൾപ്പെടെയുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ ഇടുക്കിയുടെ സാമൂഹിക ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നു. അത്തരത്തിൽ ഇടുക്കിയുടെ കുടിയേറ്റ കർഷകരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ്. ശില്പങ്ങളുടെയും ഇൻസ്റ്റലേഷനുകളുടെയും സഹായത്തോടെ ഈ ചരിത്രം വിനോദസഞ്ചാരികൾക്ക് മുമ്പിൽ അടയാളപ്പെടുത്തുകയാണ്. സഞ്ചാരികൾക്കൊപ്പം ചരിത്രാന്വേഷികൾക്കും പദ്ധതി ഏറെ ഗുണകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. 3 കോടി രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സഞ്ചാരികൾക്കൊപ്പം ചരിത്രാന്വേഷകർക്കും ഈ പദ്ധതി ഏറെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റലേഷൻ ഓഫ് ഫോട്ടോ ഫ്രെയിംസ് അറ്റ് 7 ലൊക്കേഷൻസ് ഇടുക്കി എന്ന പദ്ധതിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടിയേറ്റ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്ഥലം MLA കൂടിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പാർക്കിലെ നിർമ്മിതികൾ നോക്കിക്കണ്ടതിന് ശേഷമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ മടങ്ങിയത്. ഇടുക്കിയുടെ കുടിയേറ്റത്തിൻ്റെയും മനുഷ്യജീവിതങ്ങളുടെ പോരാട്ടത്തിൻ്റെയും ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഓരോ ഫ്രെയിമുകളും. ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.